ഇന്ന് മുതൽ ഒരു 7 ദിവസം 24-ാം തീയതി രാത്രി വരെ നമ്മൾ ഒരുമിച്ചിരുന്ന് 2 കാര്യങ്ങളാണ് ഈ ഒരാഴ്ച കൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഗീതയെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ചിന്തിക്കുക. മുഴുവൻ 2-ാമത്തെ അധ്യായവും 7 ദിവസം കൊണ്ട് തീരും എന്ന് തോന്നുന്നില്ല, തീർക്കേണ്ട ആവശ്യമില്ല. കടലിൻ്റെ സ്വാദ് എന്താണെന്നറിയാൻ കടൽ വെള്ളം മുഴുവനും കുടിച്ചു തീർക്കേണ്ട ആവശ്യമില്ല. അതിൽ ഒരു തുള്ളി കുടിച്ചാൽ കടൽ വെള്ളത്തിൻ്റെ സ്വാദ് എന്താണെന്ന് അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഗീത മുഴുവനും വായിച്ച് പഠിച്ച് തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് പഠിച്ച് അത് ജീവിതത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചാൽ അത് മതിയാകും. അപ്പം അതുകൊണ്ട് മുഴുവൻ തീർത്തില്ല എന്നുള്ളത് ഒരു വിഷയമേ അല്ല. ഗീതയാണ് ഒരു വിഷയം. 2-ാമത്തെ വിഷയം, കുറേ കാലമായി നമ്മളിങ്ങനെ പലതും കേൾക്കാനും ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു അഭ്യാസേണതു കൗന്ദേയ എന്നാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. കൃഷ്ണൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് അർജുനൻ കൃഷ്ണനോട് പറയുകയാണ്, ഇത് വളരെ പ്രയാസകരമാണല്ലോ പ്രഭു, ഇത് അഭ്യസിക്കുക, ഇത് മനസ്സിനെ ഒന്ന് വരുതിയിൽ നിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, മനസ്സിനെ നമ്മുടെ വരുതിയിൽ നിർത്തുക എന്ന് പറയുന്നത് പ്രയാസകരമായ കാര്യമാണ്, അസാധ്യമായ കാര്യമല്ല, പ്രയാസകരമായ കാര്യമാണ്. അതിനെന്താ ചെയ്യേണ്ടത്? അഭ്യാസേണ തു കൗന്ദേയ, വൈരാഗ്യവും അഭ്യാസവും. അതിൽ അഭ്യാസം എന്ന് പറഞ്ഞാൽ നിരന്തരമുള്ള ആവർത്തിച്ചിട്ടുള്ള ചെയ്ത്താണ് അഭ്യാസം. അപ്പോൾ അതിൽ നമ്മൾ ഒരു ചെറിയ അഭ്യാസവും ഇതോടൊപ്പം ചെയ്യുന്നതായിരിക്കും. ചെറിയൊരു ധ്യാന പരിശീലനം ഇന്നത്തെ കാലത്ത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് ധ്യാനം. ഇന്ന് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ടെക്നീക്കും കൂടിയാണ് മെഡിറ്റേഷൻ. ശാസ്ത്രലോകം വളരെയധികം അംഗീകരിച്ചിട്ടുള്ള ഒരു മാർഗമാണ് മെഡിറ്റേഷൻ, ധ്യാനത്തിൻ്റെ വഴി. അതിലൊരുപാട് ഗവേഷണങ്ങൾ വിദേശ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നുണ്ട്. വിസ്കോൺസ് യൂണിവേഴ്സിറ്റിയിൽ അതിനായിട്ടൊരു വിഭാഗം തന്നെയുണ്ട്. അവരുടെ പ്രധാന പഠന വിഷയം തന്നെ ധ്യാനം ബോധത്തിൽ ബ്രെയിനിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ സയൻറ്റിഫിക്കലി വളരെ പ്രൂവണാണ്. നമ്മൾ ധ്യാനം ശീലിച്ചിരുന്നത്, നമ്മുടെ മഹർഷീശ്വരന്മാർ ധ്യാനം നമ്മളെ അഭ്യസിപ്പിച്ചിരുന്നത് പരമമായ പദപ്രാപ്തിക്ക് വേണ്ടിയാണെങ്കിൽ ആധുനിക ശാസ്ത്രം അതിനെ കാണുന്നത് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ്. ആധുനിക ശാസ്ത്രത്തിന് ഈ പരമമായ പദത്തെ പറ്റിയിട്ടുള്ള മുഴുവൻ അറിവുകളൊന്നുമില്ല. കാരണം പരമമായ അവസ്ഥയെ തലച്ചോറ് എങ്ങനെയാ കാണിക്കുക എന്നുള്ളത് അവർക്കിപ്പോഴും അജ്ഞാതമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അവർ ഗവേഷണം ചെയ്യുകയോ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സാധ്യതയെ അവർ തള്ളിക്കളയുന്നുമില്ല. പക്ഷേ അവർ കൂടുതലും കേന്ദ്രീകരിക്കുന്നത് ഈ ധ്യാനം പരിശീലിക്കുന്നത് വഴി ആനുകാലിക ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള നേട്ടങ്ങളും മാറ്റങ്ങളെയും കുറിച്ചാണ്. ഇന്നത്തെ ലോകത്ത് പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ മുതൽ വളരെ മുതിർന്നവർ വരെ മാനസിക സമ്മർദ്ദത്തിന് വിധേയരാണ്, ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ. മാനസിക സമ്മർദ്ദത്തിന് വിധേയരല്ലാത്തവർ ഇന്ന് ഇല്ല. അധ്യാത്മികർ പോലും മാനസിക സമ്മർദ്ദത്തിന് വിധേയരാണ്. ചെറിയ കുട്ടികൾ മുതൽ. നമ്മൾ വിചാരിക്കും കുട്ടികൾക്ക് വലിയ മാനസിക സമ്മർദ്ദമൊന്നുമില്ല എന്ന്. പക്ഷെ കുട്ടികൾ വല്ലാതെ മാനസിക സമ്മർദ്ദം അവരനുഭവിക്കുന്നുണ്ട്. പ്രായമായവർക്കും അതേപോലെ തന്നെ വലുതായിട്ടുള്ള മാനസിക സമ്മർദ്ദമുണ്ട്. കുറേ കാലം ഈ മാനസിക സമ്മർദ്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ 3 തലമായിട്ടാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ 3 തലം അതിൽ തിരിച്ചിട്ടൊന്നും നമ്മുടെ തലച്ചോറിലില്ല. എങ്കിലും ഏകദേശം 3 തലമായിട്ടാണ് നമ്മുടെ തലച്ചോറിനെ തിരിക്കുന്നത്. അതിലൊന്ന് നമ്മുടെ ബ്രെയിൻ സ്റ്റെം, നമ്മുടെ നട്ടെല്ലുമായിട്ട് തലച്ചോറ് യോജിക്കുന്ന ഭാഗം. അത് വളരെ പഴക്കമുള്ള ഒരു ഭാഗമാണ്. ആ ഭാഗം എല്ലാ ജന്തുക്കളിലും കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ ശ്വാസകോശത്തെ, നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ, നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയെ, നമ്മുടെ ഹൃദയമിടിപ്പിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ആ ഭാഗമാണ്. അത് എല്ലാ ജീവജാലങ്ങൾക്കും ഒരേപോലെയുള്ളതാണ്, അത് അനിവാര്യമാണ്. അത് കഴിഞ്ഞാൽ മിഡിൽ ബ്രെയിൻ,
ബ്രെയിൻ സ്റ്റെം കഴിഞ്ഞാൽ മിഡിൽ ബ്രെയിൻ, ലിംബിക് ഏരിയ എന്ന് പറയും. അതിൽ ഈ ആൽമണ്ടിൻ്റെ ഷേപ്പിൽ, ഒരു ചെറിയ ആൽമണ്ടിൻ്റെ ഷേപ്പിൽ ഒരു ഗ്ലാൻഡ് ഉണ്ട്. ചെറിയ ഒരു ഗ്ലാൻഡ്, അമിഗ്ഡല എന്നാണ് അതിന് പേര് പറയുക. അമിഗ്ഡല എന്ന് പറയുന്നത് ഈ ആൽമണ്ട് എന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദവും മറ്റാണ്, ഗ്രീക്കോ ലാറ്റിനോ മറ്റോ ആണ് അമിഗ്ഡല. ഈ അമിഗ്ഡലയാണ് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പം എന്താ ചെയ്യേണ്ടത് എന്ന സിഗ്നൽ കൊടുക്കുന്നത്. 3 തരത്തിലാണ് നമ്മളൊരു പ്രതിസന്ധിയോട് പ്രതികരിക്കുക: ഫ്രൈറ്റ്, ഫ്രീസ്, ഫ്ലൈറ്റ്. അതായത് പേടിക്കുക, പേടിച്ചു കഴിഞ്ഞാൽ ഫ്രീസ്, സ്തംഭിച്ച് നിൽക്കുക, അല്ലെങ്കിൽ അവിടുന്ന് പലായനം ചെയ്യുക. എല്ലാ മൃഗങ്ങളിലും ഈ അമിഗ്ഡല പ്രവർത്തിക്കും. ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഈ അമിഗ്ഡലയാണ് നമ്മളുടെ ബോഡിക്ക് സിഗ്നൽ കൊടുക്കുന്നത്, സ്തംഭിച്ച് നിൽക്കുക. ഇപ്പം പുലിയും കരടികളെയൊക്കെ കാണുമ്പം നായ്ക്കള് സ്തംഭിച്ച് നിൽക്കുക ചെയ്യുക. അവർക്ക് പേടി കൊണ്ട് ഓടിപ്പോകാൻ പറ്റില്ല. അവർ പ്രതികരിക്കാൻ പറ്റാതെ കാലുകൾക്കിടയിലാക്കിയിട്ട് സ്തംഭിച്ച് നിൽക്കും. പുലി വന്ന് അനായാസേനെ കടിച്ചു പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഈ സ്തംഭിച്ച് നിൽക്കണോ പേടിച്ചോടണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഗ്ലാൻഡാണ്. മറ്റ് മൃഗങ്ങൾക്കും മനുഷ്യനാകുന്ന മൃഗവും, മനുഷ്യൻ മൃഗം തന്നെയാണ്. മനുഷ്യന്റെ വിചാരം മനുഷ്യൻ എന്തോ കേമനാണെന്നാണ്. അങ്ങനെ വലിയ കേമത്തരമൊന്നുമില്ല നമുക്ക്. ഈ ഒരാഴ്ച കൊണ്ട് നമുക്കത് ഏകദേശം ബോധ്യമാവും. വേറെ ഒന്നും ബോധ്യമായില്ലെങ്കിലും നമുക്ക് വലിയ കേമത്തരമൊന്നുമില്ല. ഒരു പക്ഷെ നമ്മളെക്കാൾ കേമന്മാരായിരിക്കാം നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിയും പൂച്ചയും, നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ വേസ്റ്റ് ഭക്ഷിച്ചുകൊണ്ട് പോകുന്ന കാക്കയും കുരുവിയും പറവയൊക്കെ. നമ്മളത്ര വലിയ ശ്രേഷ്ഠ ജീവികളൊന്നുമല്ല. ഈ ലോകത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് നമ്മൾ. നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ നമ്മളൊന്ന് പ്രയോഗിച്ചാൽ നമ്മൾ മാത്രമല്ല ഇല്ലാണ്ടാവുക. ഭൂമിദേവിക്ക് തന്നെ നമ്മളെ കാണുമ്പോൾ പേടിയാവുന്ന തോന്നുന്നു. നമ്മളെ കാണുമ്പോൾ പണ്ട് പൃഥുമഹാരാജാവിനെ കണ്ട് മുട്ടിടിച്ച് പശുവിന്റെ രൂപത്തിൽ, ഭാഗവതത്തില് 4ാമത്തെ സ്കന്ധത്തില് മുട്ടിടിച്ച് പശുവിന്റെ രൂപത്തില് മരണഭയം കൊണ്ട് ഓടിയതുപോലെ ഇന്ന് ഭൂമിദേവി ഒരു പക്ഷേ പലയിടത്തും ഓടി പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം മനുഷ്യൻ എന്ന പൃഥുമഹാരാജാവിന്റെ കയ്യിലേന്തിയിരിക്കുന്ന ആയുധങ്ങൾ കണ്ട്. അത്രയധികം ആയുധ സഞ്ചയങ്ങള്, അഹിംസ ഘോഷിക്കുന്ന, മറ്റുള്ളവരുടെ ക്ഷേമത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന, അവനവനെ കുറിച്ചല്ല ബാക്കിയുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എന്ന് പറയുന്ന ലോകരാഷ്ട്രങ്ങളെല്ലാം വലിയ ആയുധശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വൈരുദ്ധ്യല്ലേ. ഒരു ഭാഗത്ത് സർവ്വ സാഹോദര്യത്തെ കുറിച്ച് പ്രസംഗിക്കുക. എല്ലാ മതങ്ങളും, ഒരു മതം മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മതങ്ങളും സാഹോദര്യത്തിന്റെ മതങ്ങളാണത്രേ. എല്ലാ രാഷ്ട്രങ്ങളും മനുഷ്യ സേവനത്തിന് വേണ്ടിയിട്ടാണുള്ളത് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ എല്ലാ രാഷ്ട്രങ്ങളും ആയുധം ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊരു വൈരുദ്ധ്യമല്ലേ? ആ ഒരു കോൺഫ്ലിക്റ്റ് എല്ലാവരിലും ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് നമ്മൾ മറ്റു മൃഗങ്ങളിൽ നിന്ന് ഒരു രീതിയിലും വ്യത്യസ്തരല്ല. മറ്റു മൃഗങ്ങൾ ചിലപ്പോൾ നമ്മളെക്കാൾ ശ്രേഷ്ഠരാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയാണ് നമുക്കിപ്പോൾ ആരെയും നോക്കാനുള്ള ഒരു സമയമില്ലല്ലോ. നമുക്ക് നമ്മുടെ തന്നെ കാര്യം നോക്കാൻ സമയമില്ല. അപ്പോഴടുത്ത് നിൽക്കുന്നവരുടെ കാര്യവും നോക്കാൻ സമയമില്ല. അപ്പൊ നമുക്കെവിടെയാ ഈ പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളെ സസൂക്ഷ്മമായിട്ട് നോക്കിക്കണ്ട് അവയിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ സമയം? നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടിലുള്ള ജീവികളുടെ ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കാത്തത്. അപ്പൊ അവർക്കൊരു സവിശേഷതയുണ്ട്. അവർക്കുണ്ട് ഈ അമിഗ്ഡല, നമുക്കുമുണ്ട്. ഭയം വരുമ്പോൾ അവരും നമ്മളും ഒരേപോലെ റിയാക്ട് ചെയ്യുക. പക്ഷെ അവരുടെ അമിഗ്ഡല ആ ഭീതിതം ആയ അന്തരീക്ഷം ഇല്ലാതായി കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്യും. നമ്മുടെ അമിഗ്ഡല അത് സ്വിച്ച് ഓഫ് ചെയ്യില്ല, അത് അപ്പോഴും അവേക്കൻഡ് ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ അമിഗ്ഡല അനുഭവിക്കുന്ന നിരന്തരമായിട്ടുള്ള സമ്മർദ്ദം കാരണം നമ്മുടെ എല്ലാവരുടെയും അമിഗ്ഡലയുടെ ഷേപ്പ് മാറിയിട്ടുണ്ടാവും. ആൽമണ്ട് ഷേപ്പ് ആയിരിക്കേണ്ട അമിഗ്ഡല, ബദാം പരിപ്പിന്റെ ഷേപ്പ് ആയിരിക്കേണ്ട അമിഗ്ഡല ഈ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദം കാരണം, സ്ട്രെസ്, ടെൻഷൻ, ആങ്സൈറ്റി ഒക്കെ കാരണം, ആങ്സൈറ്റി അനുഭവിക്കാത്തല്ല. ബസ് കാത്തു നിൽക്കുന്നത് മുതൽ ആങ്സൈറ്റി തുടങ്ങുകയാണ്. രാവിലെ കൃത്യസമയത്ത് ബസ് കിട്ടിയില്ലെങ്കിൽ ആങ്സൈറ്റി, കൃത്യസമയത്ത് ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയില്ലെങ്കിൽ ആങ്സൈറ്റി, കൃത്യസമയത്ത് ഓഫീസിൽ എത്തിയില്ലെങ്കിൽ ആങ്സൈറ്റി,
ഓഫീസിൽ എത്തിയാൽ ആങ്സൈറ്റി, ഓഫീസിൽ നിന്ന് കൃത്യസമയത്ത് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ആങ്സൈറ്റി, അങ്ങനെ ഒരു ദിവസം എത്ര സമയത്താണ് നമ്മൾ എത്ര സന്ദർഭങ്ങളിൽ നമ്മൾ ആങ്ഷ്യസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെല്ലാം നമ്മുടെ അമിഗ്ഡലയെ ഷേപ്പ് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ എല്ലാവരുടെയും അമിഗ്ഡലയുടെ ഷേപ്പ് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മളിലെല്ലാം പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് കോർട്ടക്സ് ആണ്, നമ്മുടെ തലച്ചോറിന്റെ മോൾ ഭാഗം. അതെന്തിനാണെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. ഇപ്പം ഡാർവിൻ്റെ എവല്യൂഷണറി സിദ്ധാന്തം ശരിയാണ് എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എവല്യൂഷണറി സിദ്ധാന്തം ഒരു സ്പീഷീസിനെ പറ്റി എന്താ പറയുന്നത്? ഒരു സ്പീഷീസ് നിലനിൽക്കുവാൻ, അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് തരത്തിലുള്ള നിലനിൽപ്പുണ്ട് ഒരു സ്പീഷീസിന്: വ്യക്തിപരമായിട്ടുള്ള നിലനിൽപ്പും വംശപരമായിട്ടുള്ള നിലനിൽപ്പും. ഇൻഡിവിജ്വൽ നിലനിൽപ്പും സ്പീഷീസിന്റെ നിലനിൽപ്പും. ഈ രണ്ട് തരത്തിലുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് സകല ജീവജാലങ്ങളും സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യത്തെ നിലനിൽപ്പിന്റെ ഭാഗമാണ് സ്വരക്ഷ, സ്വയം രക്ഷിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് വംശവർദ്ധന. അപ്പോൾ വംശത്തെ നിലനിർത്തുമ്പം നമ്മൾ നമ്മുടെ സ്പീഷീസിനെ നിലനിർത്തുകയും നമ്മളെ വംശത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് നിലനിർത്തുമ്പം നമ്മളെ നിലനിർത്തുകയും ചെയ്യും. അങ്ങനെ രണ്ട് തരത്തിലുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് സകല ജീവജാലങ്ങളും ശ്രമിക്കുന്നത്. അതാണ് മനുഷ്യൻ എന്ന ജീവിയെ കുറിച്ചിട്ടുമുള്ള ഉദ്ദേശം പ്രകൃതിക്കുണ്ടായിരുന്നതെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ടൽ കോർട്ടക്സിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഈ തലച്ചോറിന്റെ മേൽഭാഗത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ മേൽഭാഗമാണ് വിശകലനം ചെയ്ത് ചിന്തിക്കാൻ നമ്മളെ സഹായിക്കുന്നത്, വീണ്ടു വിചാരത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അത് ആ ഭാഗം, തലച്ചോറിന് ആ ഭാഗം മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഒറ്റ ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ: മനുഷ്യൻ അത് വേണ്ടതുപോലെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതിൽ മാത്രമേ സംശയമുള്ളൂ. മനുഷ്യന്റെ പ്രവൃത്തിയെ നിഷ്പക്ഷമായിട്ട് വിശകലനം ചെയ്താൽ ഒരു വീണ്ടു വിചാരവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ലോകം. മറ്റ് ജീവജാലങ്ങൾക്ക് വീണ്ടു വിചാരം ഇല്ല എന്നുള്ളതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം അവർക്ക് ഫ്രണ്ടൽ കോർട്ടക്സ് ഇല്ല. നമുക്ക് മാത്രമേ ഉള്ളൂ അത്. നമുക്കും ഇല്ല വീണ്ടു വിചാരമൊന്നും. നമുക്ക് വെറുതെ തോന്നുകയാണ്. നമുക്ക് അപ്രാപ്പന കാര്യം നടത്താനുള്ള വീണ്ടു വിചാരം മാത്രമേ ഉള്ളൂ, അല്ലാത്ത വീണ്ടു വിചാരമൊന്നും നമുക്കില്ല. പക്ഷേ ഫ്രണ്ടൽ കോർട്ടക്സ് മനുഷ്യന് തന്നിട്ടുള്ള പ്രകൃതി മനുഷ്യനിലൂടെ വെറും വംശത്തിന്റെ നിലനിൽപ്പോ വ്യക്തിഗതമായ നിലനിൽപ്പോ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ എന്ന ജീവിയെ ഉരുത്തിരിച്ചെടുത്ത പ്രകൃതി, അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയുടെ തന്നെ ഭാഗമാണ് എന്നാണ് നാം കരുതുന്നതെങ്കിൽ, അല്ല എന്ന് കരുതാൻ ഒരു വഴിയുമില്ല. കാരണം പ്രകൃതി എന്തൊക്കെ കൊണ്ടാണോ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് അതൊക്കെ തന്നെയാണ് നമ്മളും. 5 സംഗതികളുടെ ചേരുവയാണ് പ്രകൃതിയിലുള്ള എല്ലാം: പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. ഇത് 5ന്റെയും ചേരുവ കൊണ്ടാണ് ഈ ലോകത്തുള്ളതെല്ലാം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്, ഞാനും നിങ്ങളും. അപ്പൊ നമ്മൾ ഓരോരുത്തരും പ്രകൃതിയുടെ ആവിഷ്കാരമാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരിലൂടെയും പ്രകൃതി ആവിഷ്കരിച്ചിരിക്കുന്നത് മറ്റു മൃഗങ്ങൾക്ക് സാധ്യമായതിൽ കൂടുതൽ എന്തോ സാധിക്കാൻ വേണ്ടിയിട്ടാണ്. വംശ നിലനിൽപ്പും വ്യക്തി നിലനിൽപ്പും മാത്രമല്ല, അതിനപ്പുറമുള്ള എന്തോ ഒന്ന് മനുഷ്യനിലൂടെ തനിക്ക് സാധിക്കുവാൻ വേണ്ടി പ്രകൃതി ഉദ്യമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് മനുഷ്യ ജന്മം. അല്ലെങ്കിൽ മനുഷ്യൻ ഉരുത്തിരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. പ്രകൃതിയിൽ ഓരോന്നിനും ഓരോ പേർപ്പസ് ഉണ്ട്, ഓരോ ഉദ്ദേശമുണ്ട് പ്രകൃതിക്ക്. ആ ഉദ്ദേശം നിവർത്തിച്ചു കഴിഞ്ഞാൽ പ്രകൃതി ആ സ്പീഷീസിനെ പിൻവലിക്കും. അങ്ങനെ ഒരുപാട് സ്പീഷീസ് ഈ ലോകത്ത് നിന്ന് ഇല്ലാതെയായിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനെ കൊണ്ട് പ്രകൃതി സാധാരണ ജീവജാലങ്ങളിലൂടെ അല്ലാത്തത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മുടെ മഹർഷീശ്വരന്മാർ കണ്ടെത്തിയത് അത് ഈശ്വര സാക്ഷാത്കാരമാണ് എന്നാണ്. അതിലേക്ക് നമുക്ക് പതുക്കെ വരാം. അതാണ് ഈ ഫ്രണ്ടൽ കോർട്ടക്സ് നമുക്ക് തന്നതിലൂടെ വീണ്ടു വിചാരത്തിനും വിശകലനാത്മകമായിട്ടുള്ള ചിന്തയ്ക്കും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതാണ് ഇത് ഏകദേശം 25 വയസ്സോട് കൂടിയിട്ടാണ് ആ ഫ്രണ്ടൽ കോർട്ടക്സ് പൂർണ്ണമായും ഡെവലപ്പ് ചെയ്യുക. അതുകൊണ്ടാണ് ചെറുപ്പക്കാർക്ക് എടുത്തുചാട്ടം കൂടുതൽ. മക്കൾക്കൊക്കെ നമ്മൾ പറഞ്ഞില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന്. അത് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് 20, 24, 25 വയസ്സാവുമ്പോഴാണ് ബ്രെയിൻ അതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തുക. ബ്രെയിൻ അതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തിയാൽ മാത്രമേ വീണ്ടു വിചാരത്തിനുള്ള ശേഷി ഉണ്ടാവുകയുള്ളൂ മനുഷ്യൻ. അല്ലെങ്കിൽ എടുത്തുചാട്ടം തന്നെയായിരിക്കും. അപ്പം ഇങ്ങനെയാണ് 3 തലം. അതിൽ ഈ അമിഗ്ഡല
ഷേപ്പ് മാറിയത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ചിന്തിക്കാൻ ബുദ്ധിമുട്ട് വരും. നമ്മൾ നിരന്തര സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും പാളിപ്പോകും. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ അമിഗ്ഡലയെ പൂർവ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ ഏറ്റവും ഉത്തമമായത് ധ്യാനമാണ് എന്ന് നമ്മുടെ മഹർഷീശ്വരന്മാരല്ല ഇപ്പം ഉച്ചൈസ്ഥരം ഘോഷിക്കുന്നത്, ആധുനിക ശാസ്ത്രജ്ഞന്മാർ. അതിൽ ഒരുപാട് ഗവേഷണം നടന്നു കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കൂടുതലും ഈ ഗവേഷണത്തിന് അവർ വിധേയരാക്കുന്നത് ബുദ്ധിസ്റ്റ് സന്യാസിമാരാണ്. അവർ 10,000 മണിക്കൂറുകൾ ഏകാന്തമായിട്ടുള്ള തപസ്സിന് ലീനരാണ്. അവരിൽ പലരും ഒരുപാട് കാലം 3 വർഷം എന്തായാലും ഒരു ലാമയാകണമെന്നുണ്ടെങ്കിൽ 3 വർഷം 3 മാസം 3 ആഴ്ച 3 ദിവസം 3 മണിക്കൂർ അവർ ഏകാന്തമായ ധ്യാനം അനുഷ്ഠിക്കണം. അപ്പം മിനിമം അത്രയും വേണം. അതിൽ കൂടുതൽ അനുഷ്ഠിച്ചിട്ടുള്ള ധാരാളം ലാമമാരുണ്ട്. അവരെയാണ് ഇവർ പഠന വിധേയമാക്കുന്നത്. ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ ലാമമാരെ ക്ഷണിച്ചു വരുത്തിയിട്ട് അവരുടെ തലച്ചോറാണ് പഠന വിധേയമാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതേപോലെ സാധാരണ ആൾക്കാരിലും പഠനം നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ ഈ തീരുമാനത്തിൽ എത്തിച്ചേരുന്നത്. അതായത് മാനസിക സമ്മർദ്ദത്തിനുള്ള ഏറ്റവും നല്ല പോംവഴി എന്നുള്ളത് ധ്യാനമാണ്. അപ്പോൾ ആ ധ്യാനം ഒരു ചെറിയ രീതിയിലാണ് നമ്മൾ അഭ്യസിക്കാൻ പോകുന്നത്. 3 മാസം കൊണ്ടാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നത്. കൃത്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 2 നേരമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. 20-24 മിനിറ്റ് വെച്ച് ദിവസവും 2 നേരം. ആ 2 നേരം അതിൻ്റെ രീതികളും ഒക്കെ നമുക്ക് പതുക്കെ 7 ദിവസം കൊണ്ട്, എല്ലാ ദിവസവും കുറച്ച് ചെയ്യാം. 7 ദിവസം കൊണ്ട് നമ്മൾ പതുക്കെ അതിലേക്ക് എത്തും. ഇന്നത്തെ ദിവസം ഇന്ന് എല്ലാത്തിൻ്റെയും കൂടി ഒരു ആമുഖം മാത്രമേ നടത്താനുള്ള സമയമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ മെഡിറ്റേഷൻ വളരെ പ്രധാനമാണ്. നമ്മുടെ മഹർഷീശ്വരന്മാർ പറയുന്നത് ഈ ധ്യാനം ഒന്നുകൊണ്ട് മാത്രം പരമമായ പദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിലെ 2ാമത്തെ സൂത്രം യോഗ ചിത്തവൃത്തി നിരോധ. യോഗം എന്ന് പറയുന്നത്, യോഗം എന്നുള്ള വാക്കിന് സാധാരണ യോജിപ്പിക്കുക എന്നാണ് അർത്ഥം പറയുന്നതെങ്കിലും പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്ര വ്യാഖ്യാതാവായിട്ടുള്ള വ്യാസഭഗവാൻ യോഗ എന്ന വാക്കിന്റെ ധാതു യുജ് എന്നുള്ള ധാതുവിൽ നിന്നാണ് ആ ശബ്ദം ഉണ്ടാകുന്നത്. യുജിന് സമാധവും എന്നാണ് അർത്ഥം പറയുന്നത്. യുജ് സമാധവും. യോഗം എന്ന് പറഞ്ഞാൽ സമാധി, സമാധി എന്ന് പറഞ്ഞാൽ ഏകാഗ്രത എന്നാണ് അർത്ഥം. സമാധി എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്നത് പോലെ മിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ട്രാൻസ് അല്ല. പതഞ്ജലി മഹർഷിയുടെ അഭിപ്രായ പ്രകാരം സമാധി എന്ന് പറയുന്നത് ഏകാഗ്രതയാണ്. കോൺസെൻട്രേഷൻ എന്നുള്ള പദം ഉപയോഗിക്കാൻ പറ്റില്ല. ഏകാഗ്രത എന്നുള്ളത് കോൺസെൻട്രേഷൻ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കൃത്യമല്ല. കാരണം കോൺസെൻട്രേഷൻ എന്നുള്ള വാക്കിനകത്ത് ബലം ഉണ്ട്, ഫോഴ്സ് ഉണ്ട്. നമ്മൾ കോൺസെൻട്രേഷൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പം അത്യാവശ്യം ഇംഗ്ലീഷും ചരിത്രവും ഒക്കെ പഠിച്ചിട്ടുള്ള നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഓടിയെത്തുക ഈ ജൂതന്മാരുടെ കോൺസെൻട്രേഷൻ ക്യാമ്പാണ് ഹിറ്റ്ലർ നടത്തിയത്. അത് ബലം പ്രയോഗിക്കുന്ന ഒരു സ്ഥലമാണ്, ബുദ്ധിമുട്ടിക്കുന്ന സ്ഥലമാണ്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രഗിളാണ്. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ 1 പോയിന്റഡ്നെസ്. എല്ലാ ഇന്ദ്രിയങ്ങളും സഹജമായിട്ട് ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിക്കാൻ അങ്ങനെ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സാധിക്കും. നല്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നല്ല പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നല്ല ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മനസ്സിന് ഇഷ്ടമുള്ളത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മനസ്സ് സ്വാഭാവികമായും 1 പോയിന്റഡ് ആകും. ഒരു ബലവും പ്രയോഗിക്കേണ്ട. ഈ പൂജാമുറി കയറിയിരുന്ന് വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പം ആദ്യത്തെ 2 നാമം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സ് തിരിച്ചു വരിക അവസാനത്തെ നാമത്തിൽ. എല്ലാവരും ചോദിക്കും, എനിക്ക് കൂടുതൽ പരിചിതം ലളിതാ സഹസ്രനാമം ആയതുകൊണ്ട് അത് ഉദാഹരണം എടുക്കാം. ശ്രീ മാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, അത്രേ ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ മനസ്സ് പല വഴി പോയി, പെരുവഴി പോയി, തിരിച്ചു വരുമ്പോഴത്തേക്കും ഏവം ശ്രീ ലളിതാദേവ്യ നാം നാം സാഹസ്രകം ജഗു, തീർന്നു. അതെന്താ കാര്യം എന്നറിയോ? ഇഷ്ടമല്ലാത്തത് ചെയ്യുന്നോണ്ടാ. ആരോ പറഞ്ഞു ലളിതാ സഹസ്രനാമം ചൊല്ലിയ ജീവിതത്തിൽ ഐശ്വര്യമൊക്കെ ഉണ്ടാവുമെന്ന്. അങ്ങനെ ജീവിതത്തിൽ ഐശ്വര്യമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ലളിതാ പരമേശ്വരിയോടുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ലളിതാ പരമേശ്വരി ആരാണെന്ന് ചോദിച്ചാൽ മലയാളികളെ ഉത്തരം മുട്ടിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം അവരുടെ അക്ഷരമാലയിലെ 2ാമത്തെ സ്വരം അവരെടുത്ത് പ്രയോഗിക്കും. ഏതെങ്കിലും ഒരു മലയാളി അറിയില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? 2ാമത്തെ സ്വരേ പുറപ്പെടുവിക്കുള്ളൂ. അതും എനിക്ക് അറിയാത്തതാണ് എങ്കിൽ ആ സ്വരത്തിൽ ഒരു ലേശം പുച്ഛത്തിന്റെ മേമ്പൊടി ഉണ്ടാവും. എനിക്ക് അറിയാത്തത് അറിയപ്പെടാൻ യോഗ്യതയുള്ളതല്ല.
അതാണ് എൻ്റെ ധാരണ. ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഞാനിവിടെ ഇരിക്കുന്ന എൻ്റെത് മാത്രമല്ല, ഞാനും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ലാത്തത് കൊണ്ട് ഞാനടക്കം നമ്മളെല്ലാവരും പറയണത് ശ്രദ്ധിച്ച് നോക്കിയത് മനസ്സിലാവും. ഇപ്പോൾ ഉത്തരം മുട്ടില്ല നമുക്ക്. അല്ലെങ്കിൽ ഈ ലളിതാപരമേശ്വരോട് ആർക്കാ ഇത്ര വലിയ സ്നേഹം, ആർക്കാ മഹാവിഷ്ണുവിനോട് ഇത്ര വലിയ സ്നേഹം, ആർക്കാ പരമശിവനോട് ഇത്ര വലിയ സ്നേഹം, ഇതൊക്കെ വല്ലതും ഇങ്ങോട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്നേഹം. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ നാമങ്ങൾ ചൊല്ലുമ്പം വലിയ ഏകാഗ്രതയില്ലാത്തത്. കാമുകനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന കാമുകിക്കും കാമുകിയെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന കാമുകനും നല്ല ഏകാഗ്രതയാണ്. അവർക്ക് അവരുടെ ഏകാഗ്രതയ്ക്ക് ഒരു ഭംഗവും വരുത്താൻ സാധാരണഗതിയിൽ സാധിക്കില്ല. എന്താ കാരണം? അവർക്ക് ഇഷ്ടമുള്ള ആളെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശ്വരനോട് ഇഷ്ടം തോന്നിയിട്ട് വേണം ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാൻ. ഭക്തി ഉണ്ടാക്കാനൊന്നും പറ്റില്ല, ഭക്തി ഉണ്ടാകണം. ഉണ്ടാക്കുന്ന ഭക്തി അത് വലിയ ഗുണമുള്ളതൊന്നും ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഈ ഭക്തർ വഴക്കുപാക്കാണത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. നാട്ടിലുള്ള ഭക്തർ മുഴുവൻ വഴിവാളുമായിട്ട് പുറത്തിറങ്ങി നടക്കുകയാണ്. അവരുടെ ദൈവത്തെ പറ്റി എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും പറഞ്ഞാൽ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴത്തേക്കും കയറെടുക്കുകയാണ്. അടിപിടി കലാശാണ്. എന്താ കാര്യം? അവർക്ക് ഭഗവാൻ എന്ന് പറയുന്നത് ഒരു വികാരം മാത്രമാണ്. അത് വികാരമല്ല ഭക്തി. ഭക്തി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്, അതൊരു ഭാവം ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഏകാഗ്രത ഇല്ലാത്തത്, നമുക്ക് ഇഷ്ടമല്ലാത്തതാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. കാരണം എന്താണെന്നറിയോ? ആരെങ്കിലും നമ്മളോട് പറഞ്ഞു എന്നിരിക്കട്ടെ, ലളിതാ സഹസ്രനാമം ഇപ്പം നമ്മൾ ചൊല്ലുന്നത് പോലെ ചൊല്ലാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ആരാണ് പറഞ്ഞത് എന്നുള്ളതൊന്നും ഒരു പ്രസക്തമായ കാര്യമേ അല്ല. കേട്ടതിനാണ് പ്രസക്തി. പിന്നെ മുതൽ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ഒരു ആവലാതിയാണ്. ക്രമേണ എന്ത് സംഭവിക്കും? ഇത് നിൽക്കും. നേരെ മറിച്ചിട്ട് കാമുകനോട് കാമുകിയെ പറ്റിയും കാമുകിയോട് കാമുകനെ പറ്റിയും കുറ്റം പറയുകയോ കുറവ് പറയുകയോ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും കാമുകൻ കാമുകിയെ കുറിച്ച് ചിന്തിക്കാതിരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും കാമുകനെ കുറിച്ച് ചിന്തിക്കാതിരുന്നിട്ടുണ്ടോ? അതെന്താ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമാണ്. അപ്പൊ ഈശ്വരനെ ഇഷ്ടപ്പെടണം. ഈശ്വരനോട് ഇഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ചില ഭാഗങ്ങളുണ്ട്, ബഹുമാനമൊക്കെ തോന്നുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ ഭയം എന്ന് പറയുന്നത്. അല്ലാണ്ട് പേടിച്ചിട്ടല്ല ഈശ്വരനെ ആരാധിക്കേണ്ടത്. അങ്ങനെയുള്ള ആരാധനയ്ക്ക് വലിയ ഫലമൊന്നും ഉണ്ടാവുകയില്ല. അപ്പൊ മനസ്സ് സഹജമായിട്ട് ഏകാഗ്രമാകണം, വൺ പോയിന്റഡ് ആകണം. അങ്ങനെ മനസ്സ് സഹജമായിട്ട് ഏകാഗ്രമാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചിത്തവൃത്തികൾ നിരോധിതമാകും, ഇല്ലാതെയാകും. ചിത്തവൃത്തികളെ നിരോധിക്കുക എന്നുള്ള രുദ്ധ എന്നുള്ള വാക്കിന് നിഗ്രഹം എന്നൊരർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ ബലം പ്രയോഗിക്കും. ആ അർത്ഥത്തിൽ എടുക്കരുത്. ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നത് നിരോധനം എന്നുള്ളത് ഇല്ലാതെയാവുകയാണ്. ഇല്ലാതെയാവും എന്ന് പറഞ്ഞാൽ താനേ ഇല്ലാണ്ടാവണം. അപ്പൊ താനേ ഇല്ലാണ്ടാകുമോ? ആവും. ചിത്തവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തകൾ. മനസ്സിൽ നല്ല ചിന്തകൾ മാത്രമായിട്ട് അരിപ്പ വെച്ച് അരിച്ച് എടുക്കാനൊന്നും പറ്റില്ല. ചീത്ത ചിന്തകളെ ഒഴിവാക്കി നല്ല ചിന്തകളെ, അങ്ങനെ ഒരു മെക്കാനിസം ഒന്നും മനസ്സിലില്ല. മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തകൾ മാത്രമാണ്. അത് നല്ലതാണെന്നും നല്ലതല്ല എന്നും തീരുമാനിക്കുന്നത് അതിൽ ഇടപെടലുകൾ നടത്തുന്ന ബുദ്ധിയാണ്. മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല, അത് ചിന്തിക്കുന്നു. ആ ചിന്ത നല്ലതാണെന്നും അല്ല എന്നും ബുദ്ധി ഇടപെടുമ്പോഴാണ് പിന്നെ ആകാംക്ഷയൊക്കെ ഉണ്ടാവുന്നത്. വേണ്ടാത്ത ചിന്തകളാണല്ലോ ധാരാളം വരുന്നത്. ഈ വേണ്ടാത്ത ചിന്തകളാണെന്ന് ആരാ പറഞ്ഞത്? മനസ്സാണോ ബുദ്ധിയാണോ? ബുദ്ധിയാണ് പറഞ്ഞത്. ഈ ഇടപെടലുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ബുദ്ധിയിലും മനസ്സിലും മാത്രമല്ല, ജീവിതത്തിലും അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാ? നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. നമ്മൾ ഒട്ടും മോശമല്ലേ? തരം കിട്ടിയ വല്ലവരുടെ ജീവിതത്തിൽ നമ്മളും കയറി ഇടപെടും. ഇനി ആരുടെയും ജീവിതത്തിൽ ഇടപെടാൻ പറ്റിയില്ല എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അവരവരുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ നടത്തി ജീവിതത്തെ ആകെ നാശകോശാക്കും. അങ്ങനെയാണ് ഇപ്പൊ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇത്ര ആൾ വരുമോ? വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയുമാണ് നമ്മളെല്ലാവരും കഴിയുന്നതെങ്കിൽ ആരെങ്കിലും ഇത് കേൾക്കാൻ വരുമോ? വരികയല്ല. ഇത് കേൾക്കാൻ വരുന്നു എന്നുള്ളതിന്റെ തന്നെ സൂചന എന്താ? ലേശ സമാധാനക്കേട് എവിടെയോ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സഹജമായിട്ട് സ്വാഭാവികമായിട്ട് ഒരു ബലപ്രയോഗവും കൂടാതെ മനസ്സ് ശാന്തമാകും. അപ്പൊ മനസ്സ് ചിത്തവൃത്തികൾ ഇല്ലാതായാൽ, ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം എടുക്കും അത് നടക്കാൻ. പക്ഷെ അതിന്റെ ബെനിഫിറ്റ്സ് അത് പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ കിട്ടിത്തുടങ്ങും. പക്ഷെ മനസ്സിൽ ചിത്തവൃത്തികൾ മുഴുവൻ ഒഴിഞ്ഞു കഴിഞ്ഞാൽ, മനസ്സ് ശാന്തമായാൽ
മനസ്സ് എന്ന് പറയുന്നത് ബോധമാണ്. അപ്പോൾ ആ ബോധം തെളിഞ്ഞു നിൽക്കും. അതിനെയാണ് നമ്മൾ അവേക്കൻഡ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത്. അതിന് പല തലങ്ങളുണ്ട്, സമാധിക്ക് പല തലങ്ങളുണ്ട്. ആ സമാധിയുടെ തലങ്ങളൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ ഇത് പതുക്കെ ഒരു പ്രയാസവും കൂടാതെ ഒട്ടും ബലപ്രയോഗം നടത്താതെ ധ്യാനിക്കുക എന്നുള്ളതാണ് നമ്മൾ പരിശീലിക്കാൻ പോകുന്നത്. ഒരു കുറ്റബോധവുമില്ലാതെ നമ്മൾ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരുന്ന് ഒരു 20-24 മിനിറ്റ് നമുക്ക് വേണം. അതുണ്ടാക്കണം. അതെൻ്റെ ഉത്തരവാദിത്തമല്ല, അത് നിങ്ങളുണ്ടാക്കണം. അപ്പം 20-24 മിനിറ്റ് രാവിലെ ഒരു നേരമെങ്കിലും എന്തായാലും വേണം. 2 നേരമായാൽ ഉത്തമം. 20 മിനിറ്റോ 24 മിനിറ്റോ. 24 മിനിറ്റാണ് പഴയ ഒരു രീതിയിൽ. പുതിയ രീതിയിൽ ആൾക്കാർ പറയുന്നത് 20 മിനിറ്റാണ്. കാരണം നമുക്ക് ശ്രദ്ധ ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ 20 മിനിറ്റിൽ കൂടുതലൊന്നും നിൽക്കില്ല. അപ്പോൾ 20 മിനിറ്റാണ് അവർ പറയുന്നത്. നമ്മുടെ മഹർഷിമാർ 24, ഒരു നാഴിക ആണ് 24 മിനിറ്റ്. അപ്പോൾ ഈ ഒരു സൂക്ഷ്മ ശക്തി നമ്മുടെ ശരീരം മുഴുവൻ ഒന്ന് ചുറ്റി സഞ്ചരിച്ച് വരാനുള്ള സമയമാണ് ഈ 24 മിനിറ്റ്. അപ്പോൾ 24 മിനിറ്റോ 20 മിനിറ്റോ നമ്മൾ പരിശീലിക്കണം. 2 നേരം. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഉള്ളൂ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. പിന്നെ അത് ശാന്തമാകാൻ തുടങ്ങും. മനസ്സ് പതുക്കെ ശാന്തമാകാൻ തുടങ്ങുന്നതിൻ്റെ പ്രഥമ ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഓരോരുത്തരിലുമുള്ള സഹജമായ ആനന്ദാവസ്ഥ പതുക്കെ നമുക്കൊരു സന്തോഷം വരുന്നത്. നന്നായിട്ട് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ, അങ്ങനെ നന്നായിട്ട് ഉറങ്ങലൊന്നും ഇല്ല. അപ്പം ഞാനടക്കമുള്ള ആരും എന്തൊക്കെ കാര്യങ്ങളാ പകൽ മുഴുവൻ ചിന്തിച്ചതിൻ്റെ ബാക്കി കിടക്കുന്നത്. അതുകൊണ്ട് രാത്രിയിലൊക്കെ ഉറക്കമൊക്കെ അസ്വസ്ഥമാണ്. അതുകൊണ്ട് രാവിലെ ഒന്നും എഴുന്നേറ്റാലൊന്നും ഒരു സ്വസ്ഥതയില്ലാതെയാണ് എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് ഇത് അനുഭവിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ചില ദിവസങ്ങളിൽ വളരെ സ്വസ്ഥമായിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. അന്ന് ഒരു കാരണവുമില്ലാത്തൊരു സന്തോഷം ഉണ്ടാകും. കുറച്ച് നേരം നിൽക്കുള്ളൂ. അപ്പോഴത്തേക്കും അടുത്ത ചിന്തകൾ വന്ന് അത് കടലമ്മ കള്ളിയിൽ നിന്ന് കടപ്പുറത്ത് എഴുതി വെച്ച കടത്തിര ഉടനെ തന്നെ വന്നത് മായ്ച്ചു കളയുന്നത് പോലെ അതങ്ങ് പോവും ചിന്തകളുടെ തിര ഓട്ടത്തിൽ. പക്ഷെ സഹജമായ ഒരു ആനന്ദം നമ്മളിലെല്ലാം ഉണ്ട്. അത് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ധ്യാനം പിന്നെ നല്ല സുഖമായിട്ട് തീരും. അപ്പം ധ്യാനം ആധുനിക കാലഘട്ടത്തിൽ മഹർഷീശ്വരന്മാർ പറഞ്ഞത് മാത്രമല്ല, ആധുനിക ശാസ്ത്രലോകം ഏകകണ്ഠമായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു വഴിയാണ് ഈ മെഡിറ്റേഷൻ്റേത്. പരമമായ പദം നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ യോഗമനുസരിച്ചിരിക്കും. പക്ഷെ ശാന്തിയും സമാധാനവും ആകാംക്ഷാരഹിതരായിട്ട് ജീവിക്കാനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും ഈ മെഡിറ്റേഷൻ കൊണ്ട് സാധിക്കും. ചുരുങ്ങിയതൊരു 3 മാസം പരിശീലിച്ചു കഴിഞ്ഞാൽ ബാക്കി താനെ ശരിയാവും. ഇൻറ്റ്യൂട്ടീവ് പവർ വർദ്ധിക്കും, ക്രിയേറ്റിവിറ്റി കൂടും. ഇതൊക്കെ പ്രൂവണാണ്, ഞാനിരുന്ന് പറയുന്നതല്ല. അത് നമ്മൾ ചെയ്തു നോക്കിയാൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം മൂന്ന് രീതികളാണ് ഈ ധ്യാനത്തിനുള്ളത്. ഒന്ന്, ഒരു രൂപം എടുത്ത് അതിനെ ധ്യാനിക്കാം. അതത്ര എളുപ്പമല്ല. അതിന് നമുക്ക് വിഷ്വലൈസേഷൻ കപ്പാസിറ്റി വേണം. ധ്യാനം എന്നുള്ള വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ധീയുടെ യാനം എന്നാണ് അതിൻ്റെ വിഗ്രഹാർത്ഥം. ധീ എന്നുള്ള വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ബുദ്ധി എന്നൊരർത്ഥമുണ്ട്. ബുദ്ധി എന്നുള്ള അർത്ഥത്തിന് മുമ്പ് വളരെ പഴയ സംസ്കൃതത്തിൽ ധീ എന്നുള്ളതിന് കാഴ്ച എന്നൊരർത്ഥമുണ്ട്. ധീ എന്ന് മാത്രമല്ല ആ വാക്കിനർത്ഥം, കാണുക, കാഴ്ച എന്നൊരർത്ഥം. അത് പഴയ അർത്ഥമാണ്. അപ്പം ധീയുടെ വഴി എന്ന് പറഞ്ഞാൽ കാഴ്ചയുടെ വഴി. അതുകൊണ്ടാണ് മന്ത്രമൊക്കെ ജപിക്കുന്നതിന് മുമ്പ് ധ്യാന ശ്ലോകം ചൊല്ലുന്നത്. ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ ചൊല്ലുന്നതിന് മുമ്പ് ധ്യാന ശ്ലോകം അത് വെറുതെ ചൊല്ലിപ്പോയിട്ട് കാര്യമില്ല. ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേശം എന്ന് വെറുതെ ചൊല്ലിപ്പോയിട്ട് കാര്യമില്ല. സകുങ്കുമ വിലേപന അമളിക ചുംബിക സ്തൂരികാം സമന്തഹസിദേക്ഷണാം വെറുതെ ചൊല്ലിപ്പോയിട്ട് കാര്യമില്ല. ആ വാക്കുകളാകുന്ന ശ്ലോകം കൊണ്ട് വരയ്ക്കപ്പെട്ടിട്ടുള്ള ചിത്രത്തെ മനോമുകുരത്തിൽ കാണാൻ സാധിക്കണം. ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം എന്നുള്ള ശ്ലോകത്തില് വർണ്ണിച്ചിട്ടുള്ള ഭഗവാനെ കാണാൻ സാധിക്കണം. സകുങ്കുമ വിലേപന അമളിക ചുംബിക സ്തൂരികാം എന്നുള്ള ദേവിയെ കാണാൻ സാധിക്കണം. എളുപ്പമല്ല. വിഷ്വലൈസേഷൻ കപ്പാസിറ്റി വളരെ കുറച്ചു പേർക്ക് മാത്രമേ ജന്മനാ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളതിന് ട്രെയിൻ ചെയ്യിക്കണം. അപ്പോൾ അത് കുറച്ച് പ്രയാസകരമായിട്ടുള്ള ധ്യാനമാണ്. വരയ്ക്കാനും സ്കൾപ്ചർ ഉണ്ടാക്കാനും ഒക്കെ കഴിവുള്ളവർക്ക് അനായാസേന സാധിക്കുന്നതാണെങ്കിലും ബഹുഭൂരിപക്ഷത്തിന് അത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ധ്യാന സ്വരൂപത്തെ മനസ്സിൽ കാണണം. അങ്ങനെ കണ്ടിരുന്ന ഒരാളുടെ കഥയാണ് ഭാഗവതത്തില് ധ്രുവന്റെ കഥ. നാരദ ഭഗവാൻ പറഞ്ഞതുപോലെ
ഭഗവാനെ ധ്രുവൻ മനസ്സിൽ കാണുകയാണ് ദിവസവും. കണ്ണടച്ചാൽ 4 കൈകളോട് കൂടിയിട്ടുള്ള ആ ഭഗവാന്റെ രൂപം തെളിഞ്ഞങ്ങനെ വരിക. ഞാൻ നിങ്ങളെ കാണുന്നത് പോലെയും നിങ്ങൾ എന്നെ കാണുന്നത് പോലെയും അത് തെളിഞ്ഞു വരികയാണ്. അങ്ങനെ ഒരു ദിവസം കണ്ണടച്ചപ്പം അകത്ത് കണ്ടില്ല. അപ്പൊ പെട്ടെന്ന് ഞെട്ടി തുറന്നപ്പം അകത്തുണ്ടായിരുന്നത് പുറത്ത് കണ്ടു. അപ്പോഴാണ് ഭഗവാനെ ദണ്ഡവത് വടി പോലെ വീണ് നമസ്കരിച്ചതും സ്തുതിക്കണമെന്ന് തോന്നി. പക്ഷെ 5 വയസ്സ് പ്രായമുള്ള ബാലൻ എന്ത് അക്ഷരാഭ്യാസം, സ്തുതിയൊന്നും പഠിച്ചിട്ടില്ല. ഒന്നും പഠിക്കേണ്ട, ഭഗവാനെ ആരാധിക്കാൻ. പറയുമ്പോൾ രോമാഞ്ചം ഉണ്ടാകുന്നു. ആ ശംഖ് കൊണ്ട് ഭഗവാൻ ധ്രുവന്റെ കവിളിലൊന്ന് തൊട്ടു. നിർഗളമായി വാക്കുകൾ പ്രവഹിച്ചു. അതാണ് ധ്രുവസ്തുതി. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കോളേജിലും സ്കൂളിലൊന്നും പോകണ്ട, അറിവ് താനെ ഉണ്ടായിക്കോളൂ എന്ന് വിചാരിച്ച് കോളേജിലും പിന്നെ ചെറുപ്പക്കാരൊന്നും ഒരു കോളേജ് സ്കൂളിലൊന്നും പോകുന്നവരില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. ഒക്കെ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കോളേജിലും സ്കൂളിലും പോകുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള വേദികളിലൊക്കെ വന്നിരിക്കാൻ എവിടെ സമയം? 5 മണി കഴിഞ്ഞ് പാവങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ ട്യൂഷന് പോവുകയാണ്. അത് കഴിഞ്ഞാൽ ട്യൂഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓൺലൈൻ ട്യൂഷനാണ്. ഈ പിള്ളേരെ ഞെക്കിപ്പഴിപ്പിച്ചിട്ട് ഇവരെവിടെയോട്ട് എത്തുന്നുമില്ല. ഇനി അഥവാ ഇവരെവിടെയെങ്കിലും എത്തിയ വയസ്സുകാലത്ത് നമ്മുടെ ഒന്നും കൂടെ ഇല്ല. ആധുനിക വിദ്യാഭ്യാസം മക്കൾക്ക് വേണ്ടതുപോലെ കൊടുത്താൽ എന്താ സംഭവിക്കുക? മക്കൾ നമ്മളിൽ നിന്ന് അകന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിക്കും. പിന്നെ ആധുനിക ടെക്നോളജി വളരെ വികസിതമായതുകൊണ്ട് വെർച്വലായിട്ട് റിയലായിട്ടുള്ളവരെ കാണാം. ഇനി വായിക്കേരിയൊക്കെ ഇടുന്നത് വെർച്വലായിട്ടായിരിക്കും. നോക്കിക്കോളൂ, കുറച്ചും കൂടെ കാലം കഴിഞ്ഞാൽ. കാരണം അവരവിടെ വരാൻ പോണേ. അപ്പം വായിക്കേരിയൊക്കെ ഇടുന്നത് വെർച്വലാണ്. അങ്ങനെ മതിയെന്ന് പുരോഹിതന്മാരും പറയും. അവർക്ക് ചില്ലറ കിട്ടിയാൽ പോരെ. അപ്പൊ അതുകൊണ്ട് കാലം അങ്ങനെയാ പോണത്. പഠിപ്പിച്ച് നമ്മുടെ മക്കളെയെല്ലാം നമ്മളിൽ നിന്ന് അകറ്റി. അതിൽ ഇപ്പം ആധുനിക വിദ്യാഭ്യാസം കൊടുത്തത് കൊണ്ട് എന്താ ഉണ്ടായത്? പിള്ളേരെല്ലാം വല്ലയിടത്തുക. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും പിള്ളേരെ നിർത്താന്ന് വിചാരിച്ചാൽ ഇവിടെ ദൈവം സഹായിച്ച ഒരു ജോലിയുമില്ല. ഉള്ള ജോലിയൊട്ട് ആർക്കും ചെയ്യാനും വയ്യ. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേക പരിസ്ഥിതിയാണത്. അപ്പൊ പിള്ളേരെല്ലാം ദൂരസ്ഥലത്താണ്. നേരെ മറിച്ച് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്നൊക്കെയാണ് നമ്മൾ മക്കളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ അവർ അച്ഛനമ്മമാരെയും ആചാര്യനെയും ജീവിതത്തിലേക്ക് കയറി വരുന്ന സംഭവങ്ങളെയും ഒക്കെ ഈശ്വരന്റെ അംശമായിട്ട് കാണാൻ പഠിക്കുമായിരുന്നു. അമ്മയെ കാണുമ്പോൾ ഭഗവതിയായിട്ട് തോന്നും, അച്ഛനെ കാണുമ്പം ഭഗവാനായിട്ട് തോന്നും, ആചാര്യന്മാരെ കാണുമ്പം ഇന്ന് കല്ലെടുക്കാനാ തോന്നുക. എന്താ ഈ പകയക്കാരനാണല്ലോ എൻ്റെ ജീവിതം ഇങ്ങനെയായതെന്ന പിള്ളേരുടെ എല്ലാം ചിന്ത. പക്ഷെ ഈ വരി പഠിച്ചിട്ടാണ് കുട്ടികൾ വളരുന്നതെങ്കിൽ അവർക്ക് കാല് തൊടാനാ തോന്നുക. എന്താ അവർ ചിന്തിക്കുക? ഇവര് കാരണമാണല്ലോ ഞാൻ ഇങ്ങനെയെങ്കിലും ആയത്. ഒരേ സംഭവത്തെ പറ്റിയിട്ടുള്ള 2 കാഴ്ചപ്പാടാണ്. അതിഥി ദേവോ ഭവ, തിഥി അറിയിക്കാതെ വീട്ടിലേക്ക് വന്ന് കയറുന്നവരാണ്. അറിയിക്കാതെ വീട്ടിലേക്ക് വന്ന് കയറുന്നവർ. ഇന്നങ്ങനെ വരാൻ പറ്റില്ല. ഇന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ വിളിച്ചറിയിച്ചിട്ട് വരണം, അല്ലേ എനിക്ക് പച്ചവെള്ളം പോലും കിട്ടുകയില്ല. കാരണം അറിയിക്കാതെ എങ്ങാനുമാണ് വീട്ടിൽ കയറി വരുന്നതെങ്കിൽ, ഉച്ചയ്ക്കാ വരുന്നതെങ്കിൽ ചോദ്യം എങ്ങനെയായിരിക്കും അറിയും? ഊണ് കഴിഞ്ഞിട്ടല്ലേ വരുന്നത് എന്ന്. അല്ലാന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് അതിഥി ഇല്ല. ഇന്നെല്ലാം തിഥിയാണ്. ഇന്ന് ഗസ്റ്റേ ഉള്ളൂ, അതിഥിയില്ല. തിഥി അറിയിക്കാതെ വരുന്നതാണ് അതിഥി. ജീവിതത്തിൽ അനുവാദം ചോദിക്കാതെ കടന്നു വരുന്നത് ജീവിതാനുഭവങ്ങൾ. അത് ഈശ്വരനാകട്ടെ എന്നാണ് പഠിപ്പിക്കുന്നത്. എല്ലാ ജീവിതാനുഭവങ്ങളും ഈശ്വരന്റെ ദൂതുകളാകട്ടെ എന്നാണ് പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ വരുന്ന ഏത് ജീവിതാനുഭവത്തെയും ഈശ്വരൻ തന്ന ഒരു അവസരമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് വേണ്ടതുപോലെ അതിനെ നേരിടുവാനുള്ള പ്രാപ്തിയാണ് ഈ തൈത്തിരീയോപനിഷത്തിലെ വരികളിലൂടെ ഒരു വ്യക്തിക്ക് അന്ന് സംഭാവന ചെയ്തിരുന്നത്. ആത്മഹത്യ ചെയ്യാൻ തോന്നില്ല. 18 നിലകളുടെ മുകളിൽ നിന്ന് അധ്യാപകന്റെ മുഖം ഒന്ന് കറുത്തു എന്ന് പറഞ്ഞാൽ ചാടിച്ചാവാൻ തോന്നില്ല. ഭർത്താവോ ഭാര്യയോ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ കിണറ്റിച്ചാടാൻ തോന്നില്ല. കാരണം ജീവിതത്തെ നേരിടുവാൻ അത് ഈശ്വരൻ തന്ന ഒരു ദൂതാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് താൻ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ളത് എന്തോ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടതുപോലെ സമീപിച്ച് അതിൽ നിന്ന് തൻ്റെ ജീവിതത്തെ സാർത്ഥകമാക്കാനുള്ള അർത്ഥതലത്തെ സ്വാംശീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ആ പഠിപ്പാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ നിഷേധിച്ചത്. എന്നിട്ട് അതിന് പകരം അവർക്ക് കെമിസ്ട്രിയും ഫിസിക്സും മാത്തമാറ്റിക്സും ഒക്കെ പഠിപ്പിച്ചു. ഇപ്പോൾ പിള്ളേർ ടാബിൻ്റെയും ഫോണിൻ്റെയും സ്ക്രീനിലൂടെ മാത്രം കാണുന്ന
ഒരു നിത്യസത്യമായി മാറി. വാസ്തവമല്ലേ ഇത്? മക്കൾ ആരെങ്കിലും കൂടെ ഉണ്ടോ? തട്ടിപ്പോകുമ്പോൾ കൂടെ ഉണ്ടാകുമെന്ന് വല്ല ഉറപ്പുണ്ടോ? എനിക്ക് പേടിക്കണ്ട, എനിക്ക് മക്കളൊന്നുമില്ല, ഞാൻ വിവാഹിതരല്ലാണ്ട് ആ വിഷയമേ എനിക്ക് വരുന്നില്ല. നിങ്ങൾക്കൊക്കെ പ്രശ്നമുണ്ട്. മക്കളെ പഠിപ്പിച്ചപ്പോൾ എന്തുണ്ടായി? ഇവരെ മുഴുവൻ എങ്ങോട്ടോ പറഞ്ഞയച്ചു, ഇവരൊന്നും കൂടെ ഇല്ല. ഇപ്പം ഈ വിദ്യാഭ്യാസം കൊണ്ട് പല പ്രശ്നങ്ങളുണ്ട്, ഗുണങ്ങളുമുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ ഗുണം വാഴ്ത്താനല്ലല്ലോ ഈ പ്രഭാഷണം നടത്തുന്നതെന്നുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പം ഈ സംഭവങ്ങൾ നമ്മൾ ആചാര്യ ദേവോഭവ, മാതൃദേവോഭവ, പിതൃദേവോഭവ ഇത് പഠിപ്പിക്കുമ്പോൾ മനസ്സിൽ സംസ്കാരമുണ്ടാകും, മാറ്റങ്ങൾ ഉണ്ടാകും. ആ വിദ്യാഭ്യാസം നമ്മൾ നിർത്തി. അതുകൊണ്ടാണ് ഈ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകുന്നത്. നമ്മുടെ മഹർഷീശ്വരന്മാര് സംഭാവന ചെയ്ത അറിവുകളെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുവാൻ, ഇപ്പൊ തന്നെ നമ്മൾ ഈ മെഡിറ്റേഷൻ ശീലിക്കാൻ പോകുന്നത് എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്? ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞതാ, അല്ലെങ്കിൽ ഇതിന് വലിയ ഏഴൊന്നും വരില്ല. ഈ പഴഞ്ച മഹർഷിമാര് പറഞ്ഞതാന്ന് പറഞ്ഞാൽ ഇതാരും പ്രാക്ടീസ് ചെയ്യുകയല്ല. നേരെ മറിച്ച് വിസ്കോൺസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പരിചയമില്ലാത്ത ഒരു പ്രൊഫസറുടെ പേര് പറഞ്ഞിട്ട് ഡേവിഡ് റിച്ചാർഡ്സൺ, അങ്ങനെ ഒരാളുണ്ട് കേട്ടോ, അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞാൽ ഓ ശരിയായിരിക്കും, ആളെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയോ? ഒന്നുമില്ല. പക്ഷെ അഗസ്ത്യനെയും ഭൃഗുവിനെയൊക്കെ കുറിച്ച് നേരത്തെ കേട്ട് പരിചയമുണ്ട്. പക്ഷെ അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കൊരു എഴുതി. അതുകൊണ്ടാണ് ഈ റിച്ചാർഡ്സണിനെയൊക്കെ പിടിക്കുന്നത്. അവരൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത് കൊണ്ടാണ്. അത് പറഞ്ഞാലോ കൃത്യമാണ്, എല്ലാവരും പ്രാക്ടീസ് ചെയ്യും. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മഹർഷിമാരെ സംബന്ധിച്ചിടത്തോളം ആര് പറഞ്ഞിട്ടായാലും ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാകും, ക്രിയേറ്റിവിറ്റി വർദ്ധിക്കും, ഇൻറ്റ്യൂട്ടീവ് പവർ കൂടും, ശാന്തത ഉണ്ടാകും. ശാന്തത ഉണ്ടാകുമ്പോൾ ഹാർട്ട് ബീറ്റ് റെഗുലറൈസ്ഡ് ആകും. FDA അമേരിക്കയിലുള്ള ഡ്രഗ് അതോറിറ്റി, അവർ ഫെഡറൽ ഡ്രഗ് അതോറിറ്റി, അവർ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ്. കാർഡിയോളജിയിൽ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ് മെഡിറ്റേഷൻ. ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക്, ഡയബറ്റീസ് ഉള്ളവർക്ക്, ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ഇത് മരുന്നും കൂടിയാണ്. അപ്പോൾ ആ മെഡിറ്റേഷൻ നമ്മൾ 2 നേരം ശീലിക്കും, സമയം നമ്മൾ കണ്ടെത്തണം. അതാണ് ഒരു ഭാഗം. ഒരു പതുക്കെ ഞാൻ അതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഗീതയിലെ ആദ്യത്തെ അധ്യായത്തെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഗീതയുടെ ആദ്യത്തെ അധ്യായത്തെയും ഈ ധ്യാനത്തെയും കൂടി കണക്ട് ചെയ്തിട്ട് ഗീതയുമായിട്ട് ഇതിൻ്റെ ബന്ധത്തെ വെളിപ്പെടുത്തി പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഗീതയിൽ വളരെ പ്രധാനമായിട്ട് പറയുന്ന ഒരു പ്രക്രിയ ധ്യാനമാണ്. 6ാമത്തെ അധ്യായം ധ്യാനയോഗം. അപ്പോൾ അതുകൊണ്ട് ഗീതയുമായിട്ട് ഈ പറയാൻ പോകുന്നതിന് വലിയ ബന്ധമുണ്ട്. ഇത് ഒരു ഔട്ട് ഓഫ് ടോപ്പിക് അല്ല, ഗീതയുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ ഈ ധ്യാനം വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് ആധുനിക കാലഘട്ടത്തിൽ. അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും. മനസ്സിനെ ശാന്തമാക്കുമ്പം ഈ വെട്ടിപ്പിടിക്കാനുള്ള ഒരു വെമ്പൽ കുറയും. ഈ വെട്ടിപ്പിടിക്കാൻ, ജീവിക്കാൻ ആവശ്യമുള്ളതിലും കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കൾ പല നാട്ടിലും പോയി കിടക്കുന്നത്. തണുപ്പത്ത് ഒരു സ്വസ്ഥതയും ഇല്ലാത്ത നാട്ടിൽ. ഒരിക്കലും ഒരു ജർമ്മൻകാരി പോണ്ടിച്ചേരിയിൽ വെച്ച് എന്നെ കണ്ടപ്പം എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം, ഇത്ര സുന്ദര 40 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അന്ന് പോണ്ടിച്ചേരിയിൽ. അവരെന്നോട് ചോദിക്കുകയാണ്, ഇത്ര സുന്ദരവും കളർഫുള്ളുമായിട്ടുള്ള ഈ നാട്ടിൽ നിന്ന് വെറും ഗ്രേയും ബ്ലാക്കുമുള്ള ഞങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങളുടെ ആൾക്കാർ എന്തിനാ വരുന്നതെന്ന്. അവർക്കറിയല്ലോ നമ്മുടെ അത്യാഗ്രഹം, അവർക്കറിയല്ലോ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാൻ സാധ്യതയില്ലാത്ത അത്ര പണം ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയാത്ത വരും തലമുറകൾക്ക് അനുഭവിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന മനുഷ്യൻ വിവരമുള്ള ആളാണെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ആ മനുഷ്യൻ എന്ത് വിവരമാണുള്ളത്? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചുണ്ടാക്കിയത് തനിക്ക് അനുഭവിക്കാൻ പറ്റില്ല, വേറെ ആർക്കെങ്കിലും സുഖമായിട്ട് അനുഭവിക്കാൻ പറ്റുമോ എന്ന് കാണാൻ തൻ്റെ പേര് ചിരഞ്ജീവി ലിസ്റ്റിലുമില്ല. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സമാധാനം കൊണ്ടുണ്ടാവുക, സന്തോഷം കൊണ്ടുണ്ടാവുക, കിട്ടിയത് കൊണ്ടുള്ള തൃപ്തി എന്നൊക്കെ ഗീതയെ പറയും. എതിരിച്ഛാലാപ സന്തുഷ്ടൻ ഭാഗവതത്തിലുണ്ട്. ഉദ്ധവഗീതയില് ഉദ്ധവരോട് ഭഗവാൻ പറയുന്നുണ്ട്, പെരുമ്പാമ്പിനെ പോലെ ആയിരിക്കണം എന്നാണ്. കിട്ടുന്നത് കൊണ്ട് സന്തോഷം ഉണ്ടാവണം. അതൊക്കെ ഉണ്ടാകാനും ഈ ധ്യാനം നമ്മളെ പരിശീലിപ്പിക്കും. അപ്പം ധ്യാനം വളരെ പ്രധാനപ്പെട്ടതാണ്. പോകെ നമുക്കതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാം. പിന്നെയുള്ളത് ഗീതയാണ്. ഇനി പറയാനുള്ളത് ഗീതയാണ്. ഗീതയുടെ ആദ്യത്തെ അധ്യായത്തിൽ ഈ ധ്യാനത്തെ പറ്റിയിട്ടുള്ള പരാമർശമുണ്ട്. അതിലേക്കാണ് ആ ഒരു ബന്ധത്തെയാണ് ഇന്ന് നമ്മൾ
ചുരുക്കത്തിലൊന്ന് വെളിപ്പെടുത്തുക. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നപ്പം ഗീതയുടെ ആദ്യത്തെ അധ്യായം മുഴുവനാക്കാൻ 5 ദിവസം ഉണ്ടായിരുന്നുള്ളൂ, മുഴുവനാക്കാൻ സാധിച്ചില്ല. അന്ന് കേട്ടവർ ഇപ്പോൾ അതൊക്കെ ഏകദേശം മറന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒന്ന് അതിൻ്റെ ജിസ്റ്റ് പറഞ്ഞ് നമുക്ക് പതുക്കെ മുന്നോട്ട് പോകാം.